ത്രില്ലിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് വരെ സെറ്റാണെന്നും പറയാനില്ല. അത് നമ്മൾ നല്ല പെർഫോമൻസ് ആണ്, കുഴപ്പമില്ല. അല്ല നമ്മൾ ഉദ്ദേശിച്ച ഫൈറ്റും കാര്യങ്ങളും നമുക്ക് ത്രില്ലിംഗ് ആണ്. തുടക്കം മുതൽ തന്നെ ത്രില്ലിംഗ് ആണ്. ഒരു ക്രൈമായിട്ടാണ് പോണത്. കുറച്ച് ഒരു ജേണിയാണ്, നമ്മളതിൻ്റെ ഒപ്പം യാത്ര ചെയ്യണമെന്നു. അപ്പോൾ നമുക്ക് അവസാനം വരെ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് ത്രില്ലടിച്ച് കാണാൻ പറ്റിയ എല്ലാം ഉണ്ട്. ഫൈറ്റ് അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. ത്രില്ലിങ് മൊമെൻറ്റ്സ് മൊത്തം കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ നിർത്തിയേക്കണാണ്. സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റോറിയൊന്നും അല്ല, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ ജൂഡിന്റെ മേക്കിംഗ് ആയതുകൊണ്ട് പുള്ളി ഈ സ്ക്രിപ്റ്റ് എടുത്തപ്പോൾ എങ്ങനെയുണ്ടാകും, നമുക്ക് ആ ഒരു പ്രതീക്ഷ കരുതുന്നുണ്ടോ? തീർച്ചയായും നല്ല പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണ് സെക്കൻഡ് ഹാഫിനെ അറിയാൻ പറ്റുള്ളൂ. ഫൈറ്റാണ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ത്രില്ലടിച്ച് നിർത്തിയേക്കണാണ് സംഭവം. ഫസ്റ്റ് ആദ്യമായിട്ട് അഭിനയിക്കണമെന്നുള്ള ഫീലിംഗ് ഒന്നും ഇല്ല. കാരണം നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് അത് കാണിച്ചത്. നമ്മളിപ്പോൾ മറ്റേ സ്റ്റേജിൽ കണ്ട പോലെയുള്ള ഫിയറിങ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണുള്ളൂ. നല്ല ആ ചിരി തന്നെ കാണാൻ നല്ല രസം. നമുക്കൊരു പോസിറ്റീവ് എനർജി കാണാൻ. കണ്ടിട്ടുള്ളൊക്കെ ഒരു സ്റ്റോറിയൊക്കെ പോലെ കേട്ടോ. പക്ഷേ നല്ല ഡയറക്ഷൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്, പടം നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ വിസ്മയൊക്കെ ഇപ്പോൾ എടുത്ത് പറയേണ്ടത് ആന്റണി പെരുമാറിൻ്റെ മോനും നല്ലൊരു കിടിലൻ റോഡ് ചെയ്തിട്ടുണ്ട്. അവനെ വെച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി അസീഷ്യൽ നമ്മൾ കണ്ട കഥകളൊക്കെയാണ്. വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അല്ല, നമ്മളൊരു തുടക്കക്കാരാന്നുള്ള ഫീൽ തോന്നുന്നു. ഇല്ല വിസ്മയം നല്ലതായിട്ടുണ്ട്, ആശിഷും നന്നായിട്ടുണ്ട്, കിടിലനായിട്ടുണ്ട്. അവരുടെ രണ്ട് പെർഫോമൻസ് കിട്ടിപ്പനായിട്ടുണ്ട്. കഥ ആശിഷൻ പോകുന്നു, ഇനി പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ത്രില്ലർ മൂവിയാണ്. ത്രില്ലറായിട്ടാണ് പടം ഇത്ര നേരം കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ. ആശിഷ് നന്നായിട്ട് വന്നിട്ടില്ല, അതിൻ്റെ വന്നിട്ടില്ല, ഇതിൻ്റെ വന്നിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല. ഇതുവരെ ഇൻ്റർലാമ സിനിമ മെയിൻ ട്രാക്കിലേക്ക് കിടക്കുകയാണ്. ഒത്തിരി എൻഗേജിങ് ആണ്. എന്നാൽ ഒരു ഗ്രിപ്പിംഗ് ആയിട്ട് കൊണ്ടുപോയി. ഫസ്റ്റ് ഹാഫ് ഗുഡ്. ലാലേട്ടന്റെ മകളെങ്ങനെയുണ്ട്? തകർത്തോ? അടിപൊളിയായിട്ടുണ്ട്. ഈ ഫൈറ്റ് ആണ് കൂടുതൽ. ഫൈറ്റ് ആയിട്ടില്ല. സെക്കൻഡ് ഹാഫ് കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. ഡയറക്ഷനൊക്കെ ത്രില്ലിംഗ് ആണ് പടം. അത് ഒരു ദിവസം നടക്കുന്ന കഥയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അടിപൊളിയാണ്. എന്താ പറയുക, നമ്മുടെ വിസ്മയ മോഹൻലാലാണെങ്കിലും അതുപോലെ തന്നെ സായ്കുമാർ ആണെങ്കിലും നല്ല രസമാണ്. ബോണ്ടിങ് ഒക്കെ അടിപൊളിയാണ്. മാരക പെർഫോമൻസ് എന്ന് ഒരിക്കലും പറയരുത്, പക്ഷേ അടിപൊളിയാണ്. ഇൻ്റർവെല്ലായിട്ടുള്ളൂ കേട്ടോ. ഇൻ്റർവെല്ലായിട്ട് നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ത്രില്ലാണ്. പിന്നെ മനോജ് ജയനുണ്ട്, ജാഫർ ഇടിക്കുന്നുണ്ട്. ബാക്കിയുള്ള റിവീലിംഗ് ആയിട്ടില്ല. ലാലേട്ടൻ ഇവർക്ക് കാണിച്ചിട്ടില്ല. അതൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ തുടക്കക്കാര രീതിയിൽ നമ്മൾ കാണണം. കാരണം എന്നാലും നമുക്ക് ഇവരുടെ അഭിനയത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്താൻ പറ്റുള്ളൂ. എപ്പോഴും തുടക്കക്കാരായിട്ട് തന്നെ കാണണം. കാരണം നമുക്ക് അപ്പം അങ്ങനെ കാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ പറയുന്നത് ഇത്ര നേരം നല്ല ത്രില്ലായിട്ടാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആന്റണി പെരുമാറിൻ്റെ മകനെ ഫേസ് കാണിച്ചിട്ടാണ് പടം തുടങ്ങുന്നത്. നല്ല രസമാണ്. അത് സംസാരിച്ചിട്ടില്ല, പക്ഷേ അവൻ്റെ ബിഹേവിങ് അടിപൊളിയാണ്. അത് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം കാണണം, പടം കണ്ടാലേ പറ്റുള്ളൂ. എന്തായാലും ഫൈറ്റ് ഉണ്ടാവും, ഉറപ്പാണ്. ഒരു രക്ഷയില്ല. വിസ്മയ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു ലാലേട്ടൻ്റെ മോള്. കാരണം അടിപൊളി സിനിമയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്ര ഗംഭീരമായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ വിസ്മയ നല്ലോണം ചെയ്തിട്ടുണ്ട് എന്തായാലും. പിന്നെ ലാലേട്ടൻ വന്നുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അടിപൊളി ഡയറക്ഷനും മേക്കിങ്ങും എല്ലാം അടിപൊളിയാണ്. എഡിറ്റിങ്ങും പിന്നെ പാട്ടൊക്കെ നല്ല രസമായിട്ടുണ്ട്. പാട്ടൊക്കെ തളിരോമലെന്ന് പറഞ്ഞ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായതാണ്. അടിപൊളിയാണ്. എല്ലാം കൂടെ മേക്കിംഗ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്.